CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്ന പരാതിയിൽ യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മമ്പറമ്പിൽ വീട്ടിൽ 34 വയസ്സുള്ള രഞ്ജിത്തിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം കാണിപ്പയ്യൂരിൽ ഓട്ടോറിക്ഷയും ബൈക്കുകളും കൂട്ടിയിടിച്ച് അപകടം. ഓട്ടോറിക്ഷ യാത്രികനായ യുവാവ് മരിച്ചു. ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. മാറഞ്ചേരി സ്വദേശി 27 വയസ്സുള്ള തൻസീദാണ് മരിച്ചത്. അപകടത്തിൽ ചൂണ്ടൽ പുതുശ്ശേരി സ്വദേശി കളരിക്കൽ വീട്ടിൽ 24 വയസ്സുള്ള ഗോകുലിനാണ് പരിക്കേറ്റത്. മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭ പുരസ്കാരത്തിന് ചാലിശ്ശേരി സ്വദേശിനി നിത്യ സുരേഷ് അർഹയായി. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന ഉപഹാരം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിത്യയ്ക്ക് സമ്മാനിച്ചു. ഉയരത്തിൽ പേരുകേട്ട കൊമ്പൻ തൃക്കടവൂർ ശിവരാജു ഗുരുവായൂരപ്പനെ തൊഴുതു വണങ്ങാനെത്തി. രാവിലെ കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിന് സമീപം തുമ്പി ഉയർത്തി ഭഗവാനെ തൊഴുതു വണങ്ങി. YMCA കുന്നംകുളം എല്ലാ വർഷവും നടത്തിവരാറുള്ള സൺഡേ സ്കൂൾ ഫെസ്റ്റ് വെള്ളിയാഴ്ച നടന്നു. YMCA ഹാളിൽ ആർത്താറ്റ് സിംഹാസന പള്ളി വികാരി ഫാദർ ബാബു ജോസഫ് സൺഡേ സ്കൂൾ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ചിറ്റഞ്ഞൂർ കാവിലക്കാട് പൂരം വർണ്ണാഭമായി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, ചിറക്കൽ കാളിദാസൻ, പുതുപ്പള്ളി കേശവൻ, വലിയപുരയ്ക്കൽ ആര്യനന്ദൻ തുടങ്ങി 11 ഗജവീരന്മാർ അണിനിരന്നു. ചിറ്റഞ്ഞൂർ കാവിലക്കാട് പൂരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ചിറ്റഞ്ഞൂർ സ്വദേശികളായ മൂത്താട്ടുവീട്ടിൽ 24 വയസ്സുള്ള അമൽ, കാഞ്ഞിരപ്പറമ്പിൽ വീട്ടിൽ 24 വയസ്സുള്ള ആദർശ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പുതുശ്ശേരി പഴുന്നാന പാടശേഖരത്തിൽ നെൽവയലിന് തീപിടിച്ചു. നെൽവയൽ കൊയ്ത്തിന് പാകമായതിനെ തുടർന്ന് കൊയ്ത്താരംഭിച്ച പഴുന്നാന, പുതുശ്ശേരി, കാണിപ്പയ്യൂർ പാടശേഖരങ്ങളിലാണ് തീപിടുത്തമുണ്ടായത്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി UDID ഭിന്നശേഷി സർട്ടിഫിക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ പങ്കെടുത്ത 189 പേർക്ക് പുതുതായി മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ടൗൺ വെസ്റ്റ് യൂണിറ്റ് പുതുവർഷത്തോടനുബന്ധിച്ച് ക്രിസ്മസ് കാഴ്ചകൾ എന്ന വിഷയത്തിൽ AKPA കുന്നംകുളം മേഖലയിലെ അംഗങ്ങൾക്കായി നടത്തിയ ഓൺലൈൻ ഫോട്ടോഗ്രാഫി മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. മഹേഷ് ചെറുവത്താണി 1ാം സ്ഥാനവും വിപിൻ ബാലകൃഷ്ണൻ, സുനിൽ വയലത്തൂർ എന്നിവർ 2ഉം 3ഉം സ്ഥാനങ്ങളും കരസ്ഥമാക്കി. പോർക്കുളം പഞ്ചായത്തിലെ 2023-24 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം 6 സ്ഥലങ്ങളിലായി സ്ഥാപിച്ച മിനി മാസ് ലൈറ്റുകളുടെ ഉദ്ഘാടനം നടന്നു. അഗതിയൂർ, കൊങ്ങണൂർ, ഒരുവന്നൂർ മന, പൂമരം, പോർക്കുളം, പുഞ്ചിരി പരിസരം, മാളോർക്കടവ്, കുതിരവേലപ്പാടം എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച മിനി മാസ് ലൈറ്റുകളുടെ ഉദ്ഘാടനം പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ നിർവഹിച്ചു. വേലൂർ മണിമലർക്കാവ് ദേവി ക്ഷേത്രത്തിലെ പൂമൂടൽ ചടങ്ങ് ജനുവരി 28 ഞായറാഴ്ച നടക്കും. കടങ്ങോട് പഞ്ചായത്തിൽ പച്ചക്കറി തൈകളും മൺചട്ടികളും വിതരണം ചെയ്തു. പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കടങ്ങോട് കൃഷിഭവനാണ് വിതരണം നടത്തുന്നത്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി സേവാഭാരതി കുന്നംകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച രാത്രികാല കഞ്ഞി വിതരണത്തിന്റെ 1ാം വർഷം ആഘോഷിച്ചു. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിനോടനുബന്ധിച്ചുള്ള സമൂഹ ചിത്രരചന ഞായറാഴ്ച നടക്കും. വേലൂർ ഇഫ് ക്രിയേഷൻസിന്റെ 7ാമത് നാടകോത്സവത്തിന്റെ പ്രചരണാർത്ഥമാണ് സമൂഹ ചിത്രരചന നടത്തുന്നത്. അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കിടപ്പിലായ പാലിയേറ്റീവ് പരിചരണത്തിലുള്ളവർക്ക് തടാകം ഫൗണ്ടേഷൻ നൽകുന്ന പരിചരണ കിറ്റുകൾ ഏറ്റുവാങ്ങലും വിതരണ ഉദ്ഘാടനവും നടത്തി. കടവല്ലൂർ കല്ലുംപുറത്ത് ഭർതൃഗൃഹത്തിലെ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത സബീനയുടെ ഭർതൃപിതാവിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ഭർത്താവിന്റെ സഹോദരൻ, മാതാവ് എന്നിവർക്ക് ഉപാധികളോടെ മാത്രം ജാമ്യം അനുവദിച്ചു. പെലക്കാട്ടുപയ്യൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയം ആഘോഷിച്ചു. നട തുറക്കലിന് ശേഷം ക്ഷേത്രമേൽശാന്തി കിഷോർ തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ നിർമ്മാല്യ ദർശനം, അഭിഷേകം, ഗണപതി ഹോമം, ഉഷപൂജ, തുടർന്ന് പഞ്ചാമൃത അഭിഷേകം, വിവിധ ദ്രവ്യാഭിഷേകം എന്നിവയും നടന്നു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കുന്നംകുളം ബ്രാഞ്ച് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. കുന്നംകുളം IMA ഹൌസിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ പ്രസിഡന്റ് ഡോക്ടർ പൗലോസ് കുട്ടി അധ്യക്ഷനായി. പെരുമ്പടപ്പ് പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. പഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട 100 പേർക്കാണ് കട്ടിൽ വിതരണം ചെയ്തത്. വടക്കേക്കാട് കപ്ലിയങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ പാരമ്പര്യമായി വെളിച്ചപ്പാട് സ്ഥാനം അലങ്കരിക്കുന്ന മുക്കനാംകുളങ്ങര മണികണ്ഠനെ പുതിയ കോമരമായി അവരോധിച്ചു.
CPM മണത്തല ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KT ഭരതൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.